ശ്രീ ജോസഫ് ആൻ്റണി, നോക്കൂ, ഇവിടെ ഈ ഇത്ര ഗൗരവമായൊരു വിഷയത്തിൽ അതിനെ ലളിതവൽക്കരിക്കുകയാണെന്ന് തോന്നരുത്. ഇപ്പോൾ ഈദി അമീനൊക്കെ എതിരെ വലിയ രീതിയിൽ കുപ്രചരണം നടത്തിയിരുന്നു. ഇങ്ങനെ ഈദി അമീൻ ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ആളാണ്, പക്ഷേ എങ്കിൽ പോലും മനുഷ്യനെ തിന്നുന്ന ആളാണ്. ഇങ്ങനെ അവരുടെ ശത്രുക്കൾ, അമേരിക്കയുടെ ശത്രുക്കളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലാണ്. അത് മാത്രമല്ല, ക്യൂബയുടെ ഫിദൽ കാസ്ട്രോയുടെ താടിരോമങ്ങൾ വരെ പൊഴിച്ച് കളയാൻ ആവശ്യമായ മരുന്നുൽപ്പാദിപ്പിച്ച് അത് CIA കടത്തുക, ഇങ്ങനെയൊക്കെയുള്ള പല ലോകക്രമങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, പനാമയുടെ ഭരണാധികാരിയെയും കൊളംബിയയുടെ എസ്കോബാറിനെയും ഒക്കെ പിടികൂടിയതുപോലെ ഒരു മയക്കുമരുന്ന് പ്രതിയാണ് മദൂറയെ പോലെയുള്ള ട്രേഡ് യൂണിയൻ നേതാവ്, ഒരു 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 ഇടതുപക്ഷ നേതാവ്, അല്ലെങ്കിൽ അവർ നിരവധി തവണ തിരഞ്ഞെടുത്ത പ്രസിഡന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ നിലനിൽക്കുന്ന മഡൂറയെ ഒരു മയക്കുമരുന്നുകാരനാണ്, അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ന്യൂയോർക്ക് ഡിസ്ട്രിക്റ്റിൽ വിചാരണ നടത്തുകയാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു മറ്റൊരു ആശയപ്രചരണം കൂടിയുണ്ട്. ലാറ്റിൻ അമേരിക്കയുടെ ഹൃദയപക്ഷ ചരിവുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം കൂടി അതിലുള്ളടങ്ങിയിട്ടുണ്ട്. അത് വ്യക്തമല്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ 200 വർഷത്തിലേറെയായി അമേരിക്കയുടെ സ്വകാര്യ ഭൂമിയായി കരുതുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക. ആ ലാറ്റിൻ അമേരിക്കയിൽ നമുക്കറിയാം, ഈ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് എത്ര പ്രദേശം അമേരിക്ക കൈവശപ്പെടുത്തിയെന്നറിയാമോ? ന്യൂ മെക്സിക്കോ, കാലിഫോർണിയ, ഉട്ട, പിന്നെ നെവാഡ എന്നൊക്കെ പറയുന്ന എത്രയോ പ്രദേശങ്ങൾ ഈ മെക്സിക്കോയുടെ കയ്യിൽ നിന്ന് അമേരിക്ക കൈയടക്കിയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും എന്നുള്ളതിൻ്റെ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഗ്രെഗ് ഗ്രാൻഡിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്ന ആളാണ് അദ്ദേഹം. അമേരിക്കാസ് എംപയർ എന്ന് പറയുന്ന പുസ്തകമാണ് അത് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ 200 വർഷമായിട്ട് അമേരിക്ക ലാറ്റിൻ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണവും അട്ടിമറികളും പ്രവർത്തനങ്ങളും ചൂഷണവും എല്ലാം വൃത്തിയായിട്ട് എഴുതിയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ഗ്രെഗ് ഗ്രാൻഡിൻ പറഞ്ഞിട്ടുള്ളതുപോലെ അവിടെ ഈ അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്വ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ആരൊക്കെ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരത് ഇടപെടുകയും അതിനെ അട്ടിമറിക്കുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 2025 അവസാനം പിന്നെ അമേരിക്ക അവരുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്ന രേഖ പുറത്തിറക്കി. ആ രേഖയിൽ എന്താ അവർ പറയുന്നത്? പരമ്പരാഗതമായി അവർ സൂക്ഷിക്കുന്ന സെക്യൂരിറ്റി ഉറപ്പാക്കുന്ന യൂറോപ്യൻ പ്രദേശമോ ഏഷ്യയോ അല്ല അവർ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇനി കരീബിയൻ മേഖലയ്ക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ഈ ലാറ്റിൻ അമേരിക്കൻ പ്രദേശത്തിലേക്ക് ചൈന കടന്നു വരുന്നുണ്ട്. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പല രാജ്യങ്ങളും ഉണ്ടായി വരുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് വെനസ്വേലയാണ്. നമ്മൾ കാണേണ്ട കാര്യം, ഈ വെനസ്വേലയിൽ ഇന്ന് ശനിയാഴ്ച ഈ അട്ടിമറി ഇവർ നടത്തുമ്പോൾ വെള്ളിയാഴ്ച ചൈനയുടെ പ്രതിനിധികളുമായിട്ട് മധുരോ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ അട്ടിമറി അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ, അതായത് ഈ തരത്തിൽ ഈ പ്രദേശത്തിന്റെ ചൈന പലപ്പോഴും ഇതിനകത്തേക്ക് ഒരു ഇടപെടുന്നില്ലല്ലോ. അമേരിക്കൻ ഒരുപക്ഷെ അറിയാം, വിപണിയുടെ വലിയ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചൈനയ്ക്ക് ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവം ഉണ്ടല്ലോ ഇപ്പോഴും. ആ സ്വഭാവത്തിൽ അധിഷ്ഠിതമായി ഒരു USSR സ്വഭാവത്തിൽ ഇതിനെ എതിർക്കുന്നതിലേക്ക് പോകാത്തത് എന്താണ് ചൈന? കാരണം ചൈനയുടെ പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഈ അർത്ഥത്തിലൊരു അട്ടിമറി നടക്കുന്നത്. നമ്മൾ ഈ ചൈനയുടെ ആഗോള രാഷ്ട്രീയത്തെ നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. സോവിയറ്റ് യൂണിയൻ ഈ 1990കളിൽ തകർന്നതിനെ ഏറ്റവും ഗഹനമായി പഠിച്ച രാജ്യം ചൈനയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ അവരെത്തിച്ചേർന്നൊരു നിഗമനമുണ്ട്. സോവിയറ്റ് യൂണിയനിലെ ആഭ്യന്തര രംഗം ശക്തിപ്പെടുത്താനും സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്താനും ജനങ്ങൾക്ക് ക്ഷേമം നൽകാനും ശ്രമിക്കുന്നതിന് പകരം മറ്റ് രാജ്യങ്ങളിലേക്ക് വിപ്ലവത്തെ കയറ്റുമതി ചെയ്യാനും മറ്റ് രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങളെ സഹായിക്കാനുമൊക്കെ പോയതിൻ്റെ കൂടി ഫലമാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനം എന്ന് തിരിച്ചറിഞ്ഞ ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന, നമുക്കറിയാമല്ലോ, ലോകത്ത് നടക്കുന്ന സൈനിക ആക്രമണങ്ങളിൽ നേരിട്ട്
അല്ല വന്നിരുന്നു. അപ്പം നമുക്കറിയാം ഈ ഈ ചൈനയുടെ വിദേശ നയത്തെ പിന്നെ തന്നെ ചൈന ഗോസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ ചൈന ഗോസ് ഗ്ലോബൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഈ പിന്നെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ചൈന ഈസ് എ പാർഷ്യൽ പവർ എന്നാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ ശക്തിയായി വരുന്നെങ്കിലും അവരുടെ സാമ്പത്തിക ശക്തിക്കനുസരിച്ചോ സൈനിക ശക്തിക്കനുസരിച്ചോ ലോക രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല എന്ന പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഇനിയൊരു ആപത്ത്, അതായത് സെഞ്ചുറി ഓഫ് ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്ന പാഠം ചൈനയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയും അത്തരമൊരവസ്ഥയിലേക്ക് ചൈന പോകാൻ പാടില്ല. അതുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടത് സാമ്പത്തിക ശക്തിയാണ്. സാമ്പത്തിക ശക്തി പരമാവധി സജ്ജീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അന്തർദേശീയ തർക്കങ്ങളിലൊന്നും അവർ ഇടപെടുന്നില്ല. നമുക്കറിയാമല്ലോ, അങ്ങനെയുള്ള നിലപാട് അവരെടുക്കുന്നില്ല. അവർ ശ്രദ്ധിക്കുന്നത് സാമ്പത്തിക രംഗത്തെ സഹകരണത്തിലൂടെ ഈ പറഞ്ഞ തരത്തിലുള്ള ലോകരാജ്യങ്ങളും, അതുകൊണ്ടാണല്ലോ ബെൽറ്റ് റോഡ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ള പദ്ധതികളിലൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യങ്ങളുമായി സൗഹൃദം ഉണ്ടാക്കുക. അറ്റ് ദ സെയിം ടൈം അതേസമയം തന്നെ അമേരിക്ക കാണുന്ന ഭീതി എന്ന് പറയുന്നത് ചൈന ഈ തരത്തിൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുമായി സൗഹൃദമുണ്ടാക്കുകയും പിന്നെ സാമ്പത്തിക സൗഹൃദമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി ചൈനയോട് അടുത്ത് നിൽക്കുന്ന തരത്തിലേക്ക് രാജ്യങ്ങൾ പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള നേതാക്കന്മാരെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഭരണകൂട അട്ടിമറി നടത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. അത് ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിറിയയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം സംഭവിച്ചത് ഇവർക്കെല്ലാം ചൈനയോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഇങ്ങനെ അമേരിക്ക പോലെയുള്ള ഒരു ഏറ്റവും ശക്തമായ രാജ്യം ഈ വെനസ്വേല പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ കടന്നു കയറി സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്ക് കടന്നു കയറിക്കൊണ്ട് അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് പോയാൽ അത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് നൽകുന്ന സൂചന എന്താണ്? ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ ഇടപെട്ടാൽ അമേരിക്കയ്ക്ക് പിന്നെ അതിനെ എതിർക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ ചൈന തായ്വാനിൽ ഇടപെട്ടാൽ അമേരിക്കയ്ക്ക് അതിനെ എതിർക്കാൻ കഴിയുമോ? ചൈന സൗത്ത് ചൈന കടലിൽ പറയുകയാണ് നിങ്ങളാരും ഇനി അങ്ങോട്ട് കയറാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇടപെടാൻ കഴിയും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് നൽകുന്ന സൂചന ഈ കയ്യൂക്കുള്ള രാജ്യത്തിന് വേറൊരു രാജ്യത്തിൻ്റെ മേലൊരു ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും ആര് ചോദ്യം ചെയ്യും? ഈ ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറയുന്ന രാജ്യം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ പെർമനൻറ്റ് മെമ്പറായിട്ട് ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ സുരക്ഷയെ സംരക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട രാജ്യം തന്നെ ലോകത്തെ അരാജകാവസ്ഥയിലേക്കും അനാർക്കിയിലേക്കും അരാജകത്തിലേക്കും തള്ളിയിട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന വേറൊരു അപകടം എന്ന് പറയുന്നത് അതാണ് അതിനേക്കാൾ വലിയ അപകടം. ഇപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് അമേരിക്ക നോർത്ത് കൊറിയ പോലുള്ള രാജ്യത്ത് ഇടപെടുന്നില്ല. നോർത്ത് കൊറിയ പോലുള്ള രാജ്യത്തും വളരെ ചെറിയ രാജ്യം, സാമ്പത്തിക ശക്തി ഇല്ലാത്ത രാജ്യമാണ്. പക്ഷേ എന്തുകൊണ്ട് നോർത്ത് കൊറിയയിൽ ഇടപെടുന്നില്ല? നോർത്ത് കൊറിയയിൽ ഇടപെടാത്തതിൻ്റെ കാര്യം നോർത്ത് കൊറിയയുടെ കയ്യിൽ ആണവബോംബ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇങ്ങനെ കടന്നു കയറുന്നത് കൊണ്ട് അതെ അതുകൊണ്ടാണ് അതപ്പോൾ അന്നേരം ഈ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യങ്ങൾ പോലും രഹസ്യമായി ആണവായുധം ഉണ്ടാക്കി കൈവശം വെക്കുന്നതിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോകത്ത് കൂടുതൽ രാജ്യങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ അത് വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കും. അപ്പോൾ ലോകത്ത് ഈ ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറയുന്നതിനെ അട്ടിമറിക്കുന്നു ഒരു തരത്തിൽ. മറ്റത് ലോകരാജ്യങ്ങളുടെ എല്ലാം മനസ്സിൽ ഈ സൈനികമായോ സാമ്പത്തികമായോ കരുത്തില്ലാത്ത രാജ്യങ്ങളുടെ എല്ലാം മനസ്സിൽ അശാന്തി വിതയ്ക്കുന്നു. അതോടൊപ്പം ലോകത്ത് ഈ ആണവായുധം ഉണ്ടാക്കുന്നതിലേക്ക് ലോകരാജ്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം നമ്മൾ ഇന്ത്യ പറയുമല്ലോ ഞങ്ങൾ വിശ്വഗുരുവാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയും ഞങ്ങൾ വിശ്വമിത്രമാണ് എന്ന് പറയും. മൂന്നാമത് പറയും ഞങ്ങൾ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവാണ്. റൈറ്റ്? ഈ മൂന്ന് കാര്യങ്ങൾക്കും ഈ വെനസ്വേലയുമായി ബന്ധപ്പെട്ടതാണ്. വെനസ്വേല എന്ന് പറയുന്നത് ഗ്ലോബൽ സൗത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഇറാൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു, അമേരിക്ക കണ്ണുരുട്ടി നമ്മൾ നിർത്തി. വെനസ്വേലയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു, അമേരിക്ക കണ്ണുരുട്ടി നമ്മൾ നിർത്തി. റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിച്ചു, അമേരിക്ക കണ്ണുരുട്ടി നമ്മൾ നിർത്തി. നമ്മൾ പറയുന്നത് നമ്മൾ ആഗോള ശക്തിയാണെന്നാണ് ഒരേ സമയം. ആഗോള ശക്തിയാണെന്ന് ഒരേ സമയം പറയുകയും അമേരിക്കയുടെ അടിമ മനോഭാവമുള്ള രാജ്യമായി മാറുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ. അതാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? കൊളംബിയ ഇതിനെ വിമർശിച്ചു, മെക്സിക്കോ ഇതിനെ വിമർശിച്ചു, ചൈന വിമർശിച്ചു, റഷ്യ വിമർശിച്ചു, ഈ രാജ്യങ്ങളൊക്കെ വിമർശിച്ചു. ലോകത്തിന്റെ പല സംഘടനകളും ചെറുതും വലുതുമായ രാജ്യങ്ങൾ വിമർശിച്ചു ഈ നടപടിയെ. ഇന്ത്യ വിമർശിച്ചില്ല ഇതുവരെ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഇല്ലാത്ത
അതെ, ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ സമാധാനത്തിൻ്റെ കൂടെയാണ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യം എന്തുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കായിട്ടുള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ ഒരു തെമ്മാടി രാജ്യമായ വേറൊരു രാജ്യം ചെന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണ്ടേ? അതെ, അപ്പം അങ്ങനെയുള്ള പ്രതികരിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ട ഒരു വിശ്വഗുരുവായി, ഒരു വിശ്വമിത്രമായി, ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവായി അഭിനയിക്കുമ്പോൾ ഗ്ലോബൽ സൗത്തിനെ മുഴുക്കെ കൈയൊഴിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നുണ്ട് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല ഇതൊക്കെ വാചകടി മാത്രമാണെന്ന് നമുക്കറിയാവുന്ന എത്രയോ ഘട്ടമുണ്ട്. കാരണം രൂപയെയും ഡോളറിനെയും ഒന്ന് താരതമ്യം ചെയ്താൽ തന്നെ അത് വെളിവാകും. ഈ പറയുന്ന ഈ നമ്മുടെ സോഷ്യൽ മീഡിയ വാക്കനുസരിച്ച് തള്ള് എന്നത്